അല്ല കൈസ്, അപ്പോൾ ഞങ്ങളിന്ന് കൊളോണിലേക്ക് പോവാണ്. കൊളോൺ സിറ്റി. ഇന്ന് നല്ല സൺലൈറ്റും ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഫുൾ സൺലൈറ്റ്. ട്രെയിൻ പിടിച്ച് പോകണം. ആദ്യമായിട്ടാണ് പോണത്. പണി കിട്ടുമെന്നറിയില്ല. പോയി നോക്കാം. ഓക്കെ. നമ്മുടെ ഗാർഡനിൽ പൂവൊക്കെ പൂത്ത് കൈസ്. ഇതാണ് ഇവിടുത്തെ പൂ. വന്ന സമയത്ത് ഇതെല്ലാം അടഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്. നമ്പർ 13 നമ്പർ 13 എന്തായിരുന്നു? ആൾട്ടർ പോസ്റ്റസ്ട്രാസ, 2nd ഫ്ലോറാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അവിടെ പോയിട്ട് സ്റ്റേഷനിലേക്ക് പോകണം. ട്രോയ് സ്റ്റോപ്പ് സ്റ്റേഷൻ. എന്ത് വന്നിട്ടുണ്ടല്ലോ? പത്രം ഇല്ലാണ്ടല്ലേ അത് മുകളിൽ കൊണ്ടുപോകണ്ട. ഇതാണ് നമ്മുടെ പോസ്റ്റ് ബോക്സ്. ഞങ്ങളുടെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. കണ്ടോ? എടാ ഇങ്ങോട്ട് എനിക്ക് ഇത് പോകണം, മണി ട്രാൻസ്ഫർ. നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചെടുക്കണം. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. സൂം മാറ്റം മറന്നുപോയി, സോറി. ഓക്കെ, അപ്പോൾ ശരി. ഹൈ ഗൈസ്, നമ്മൾ നടന്ന് സ്റ്റേഷനടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തോടെ കയറാനുള്ള ഒരു സംഗതി കാണുന്നില്ല. ഇതിവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്. നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കും, പക്ഷേ ഏറ്റവും സിമ്പിളസ്റ്റ് സംഗതി ആയിരിക്കും ഏറ്റവും ടഫ്. ഒരുത്തർ ഇറങ്ങി വരുന്നുണ്ടല്ലോ, അവൻ വന്ന വഴിയായിരിക്കും, ആ സ്ഥലമായിരിക്കും. അവിടെ ആക്കാം അല്ലേ? ഓക്കെ, ഇതിനകത്തോട് കയറാൻ പറ്റും നമുക്ക്. ആസ്റ്ററും ബിജെയും പിന്നെ നമ്മൾ പറ്റി ഗൈസ്, ഞങ്ങൾ ഇത് താണ്ടിപ്പോയി. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് സംഗതിയായിരുന്നു. അറിയാൻ പാടാണ്ട് അപ്പൂപ്പിനെ ചോദിച്ചു. എൻഷുൾഡിക്കും 1/2 എന്ന് പറഞ്ഞ പുള്ളി ചൂണ്ടിക്കാണിച്ചു തന്നു. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി ട്രെയിനും ട്രാക്ക് കണ്ടുപിടിക്കട്ടെ. എടാ നീ വന്നേ, എന്താ സമയം നോക്കാം? നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്താ. ഒരാവശ്യമില്ല, വെറുതെ. ട്രെയിൻ കണ്ടുപിടിച്ച് ട്രെയിനിൽ കയറി. കൊള്ളാം, നല്ല ട്രെയിൻ. പക്ഷേ പതുക്കെ പോകുന്നത്. ദിസ് ഇസ് രഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ട്രെയിൻ പിടിച്ചിട്ടു ഗൈസ്, അനങ്ങുന്നില്ല. നമ്മൾ കുറേ നേരമായി. വേറെ ട്രെയിൻ കാണിച്ചു തരാം. ആ ട്രെയിൻ പോയി കാണിക്കാന്ന് വെച്ചപ്പോൾ തന്നെ. ഇത് റൈൻ റിവർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈൻ റിവർ ആണല്ലേ? അപ്പം അങ്ങനെ റൈൻ റിവർ കണ്ടുപിടിച്ചു ഗൈസ്. മലയാളികളിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ റൈൻ റിവർ കണ്ടുപിടിക്കും. ഇതൊരു ബാർജ് പോകുന്നു നെത്തറായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കട്ടെ. എത്തിയല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഇറങ്ങുവാണ്. ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ സ്റ്റേഷൻ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതാണ് കൊളോൺ സ്റ്റേഷൻ. ഭയങ്കര ഭംഗിയുള്ള സ്റ്റേഷനാണ്. ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം. പുറത്തെത്തി. ഇതാണ് സ്റ്റേഷൻ്റെ പുറം വശം. പക്ഷേ ശരിക്കും ഇത് നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. ഇതിൻ്റെ ഭംഗി കാണാൻ എങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് കത്തീഡ്രൽ അല്ലേ? കൊളോൺ കത്തീഡ്രൽ. അപ്പോൾ ഇവിടെ അടുത്താണ്, 200 മീറ്റേഴ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള വഴി നോക്കിയിട്ട് കണ്ടു ഗൈസ്, കണ്ടു. ഇപ്പോൾ കാണിച്ചു തരാം. പൊളിയാണ് മോനെ, പൊളി. ഒന്നും പറയാനില്ല, കിടില. പക്ഷേ ഈ ക്യാമറയിൽ അത്ര കിട്ടത്തില്ല. ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും കിളി പോകും. നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കിടക്കാൻ ഫോട്ടോ എടുക്കായിരുന്നു. ഓക്കെ, ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാൻ നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വരാം. കൊളോൺ കല്യാണമല്ലേ 16 അടിയന്തരം. അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ചർച്ച് കാണിച്ചോട്ടെ. ഇതാണ് കൊളോൺ കത്തീഡ്രൽ. 1600s ഉണ്ടാക്കിയതാണ്. വെരി ഓൾഡ്. പിന്നെ ഇതിപ്പം പറഞ്ഞ സാധനം, ഇവിടെ എന്തോ ബാൻഡ് പാർട്ടിയോ എന്തോ സംഭവമുണ്ട്. ഇത് ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊളോണിനകത്ത് ഒരു കൊളോൺ കാർണിവൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഉണ്ട്. അവിടെ ഒരാൾ നടക്കുന്നുണ്ടോ? ഇതെല്ലാം കോസ്റ്റ്യൂം പാർട്ടി പോലത്തെ പരിപാടിയാണ്. ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ സ്വന്തമായിട്ട് കോസ്റ്റ്യൂംസ് ഉണ്ടാക്കാൻ കടലിൽ മേടിക്കാനും കിട്ടും. എന്നിട്ട് അവരിതിങ്ങനെ ഇട്ട് നടക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ അടുത്തൊരു ഫുൾ ആഴ്ച ഇതിൻ്റെയൊക്കെ ഇതായിരിക്കും. ഇപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ കുറേ പേര് ഭയങ്കര കളർഫുൾ ഡ്രസ്സും ഫേസ് പെയിൻറ്റ് അതൊക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ടാവും. ഈ പുള്ളി എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നുണ്ടാവും.
ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് സാധാരണ ആൾക്കാരാണ് ഇവരിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കുന്നത്. ഇത് ഇവരുടെ എന്തോ ഒരു ട്രഡീഷനാണ്. എല്ലാ കൊല്ലവും ഈ ഒരു ടൈമിലാണ് ഇവർ ചെയ്യാറ്. ഇതാണ് കൊളോൺ സെൻട്രൽ സ്റ്റേഷൻ, ഹോപ്റ്റ് മാൻഹോഫ്. പിന്നെ ദിസ് ഇസ് മീ വിത്ത് കൊളോൺ കത്തീഡ്രൽ. കിടില സ്ഥലം ഒന്നും പറയണ്ട. കൊളോൺ ടൗണിൽ കുറേ മലയാളികളുണ്ട്. ഞങ്ങളിപ്പോൾ വരണ വഴിക്ക് സ്റ്റേഷനിൽ വെച്ചൊരു പയ്യനെ പരിചയപ്പെട്ടു, മാത്യു. നമ്പർ മേടിക്കാൻ മറന്നുപോയി. അവനിവിടെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് അങ്ങനത്തെ എന്തോ റിലേറ്റഡ് കോഴ്സ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മലയാളി ഫാമിലീനെ അവർ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ ജസ്റ്റ് നോക്കി ചിരിച്ചു. പേരും നാളും മറ്റേ ക്ലീഷേ ചോദ്യം നാട്ടിലെവിടെയാണ് അത് ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻസും മലയാളികളും തമിഴ് പിന്നെ ശ്രീലങ്കൻസ് ഇവിടെ എല്ലാം ഒരു വലിയ സിറ്റി ആയതുകൊണ്ട് എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ക്രോയ്സ്ട്രോഫിൽ അങ്ങനെ അധികം ആൾക്കാർ ഫുള്ളും ജർമ്മൻസും പിന്നെ സെക്കൻഡ് ജനറേഷൻ ടർക്കിഷ് ആൾക്കാരൊക്കെയാണ്. ഇത് വലിയൊരു സിറ്റി ആയതുകൊണ്ട് ഇവിടെ കുറേ കൂടെ ആൾക്കാർ ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാഴ്ചയിലേക്ക്. ഓക്കെ, ബൈ ബൈ. ജർമ്മനിയിൽ വന്നിട്ടും ഒരാൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ മെഗ്ഡി അല്ലാണ്ട് വേറെ സ്ഥലം ഇറങ്ങില്ല. അതുകൊണ്ട് മെഗ്ഡി ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടാ ഇവിടുത്തെ ലോക്കൽ വല്ല കടയിൽ കയറി എന്തെങ്കിലും മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഇതിന് മെഗ്ഡി തന്നെ വേണം. ഏതെങ്കിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്തതാ. ഞാൻ ഓർഡർ ചെയ്ത് അതാ പിന്നെ 2 ആക്ക്. അത് അതിൽ അല്ല സ്മോളാണ് ഞങ്ങൾക്ക്. ഇല്ല ഫ്രൈസ് ആണല്ലോ. ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ഫുഡ് കിട്ടി ഗൈസ്. ഇതാണ് സാധനം. ഒന്നുമില്ല, നാട്ടിൽ കിട്ടണ അതേ സാധനം തന്നെ. നമ്മൾ 2 ബീഫാണല്ലേ. നാട്ടിൽ ബീഫ് ബർഗർ കിട്ടില്ല മെഗ്ഡിയിൽ, ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു വെറൈറ്റിയാണ്. കഴിച്ചിട്ടില്ല. ഞങ്ങൾ ടോയ്ലറ്റിൽ വന്നാണ്. ഇവിടെ 1.5 യൂറോ ആണ് മൂത്രമൊഴിക്കണമെങ്കിൽ. വെള്ളം മേടിക്കും മാത്രമല്ല, വെള്ളം കളയുമ്പോഴും നമ്മൾ പൈസ കൊടുക്കണം. വിചിത്രമായ ഒരു സംഗതിയാണ്. ഞങ്ങളിനി റൈൻ റിവർ കാണാൻ പോവാണ്. അന്ന് ട്രെയിനിൽ വന്നപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡേ ടിക്കറ്റ് എടുത്തേക്കണം ബസ്സിൽ. 24 hours നമുക്ക് ഏത് ബസ്സിൽ വേണമെങ്കിലും കയറാം സിറ്റിയുടെ അകത്ത്. അപ്പോൾ ഇവിടെ നടക്കാനാണെങ്കിൽ 18 minutes ഉണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറി 2 സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഒരു 650 meters നടക്കണം. മസൽ പ്ലാറ്റ്സ് നോക്കിച്ചു. അവിടെ ഇറങ്ങിയിട്ട് 650 meters നടന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജ് എത്തും. അവിടെ നിന്നിട്ട് റൈൻ റിവർ കാണും. റൈൻ റിവർ ഓക്കെ അല്ലേ സാർ? അപ്പോൾ ഇതാണ് ഗൈസ് റൈൻ റിവർ. അത് ബ്രിഡ്ജ്, അത് കാത്തഡ്രലിൻ്റെ സൈഡിൽ കാണുന്നതാണ് സ്റ്റേഷൻ കൊളോൺ ബാൻഹോഫ്. ഒരു കിടലൻ ഏരിയ ആണ്. ഇതാണ് ഗൈസ് ബ്രിഡ്ജിൻ്റെ സൈഡത്തെ സ്ഥലം. ഇവിടെ എല്ലാവരും വെക്കേഷനിങ് എന്താണ് ഹോളിഡേയ്സിൽ വന്ന് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. റൈൻ റിവർ. ഇത് ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഞങ്ങൾ ആദ്യം അപ്പുറ സൈഡായിരുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെ എല്ലാവരും പിക്നിക് മൂഡാണ് ഗൈസ്. അയാളുടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ബിയറൊക്കെ അടിച്ച് പാട്ടൊക്കെ അടിച്ചില്ല എന്നുണ്ട്. ഞങ്ങളും അതുപോലെ ഫുഡിൻ്റെ ബിയറില്ല, പക്ഷേ ചില്ലിങ് അതിനൊരു കുറവില്ല. കൊള്ളാം, നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ പറയായിരുന്നു ഇവിടുത്തെ പ്രാവിനാർ എന്ത് വൃത്തിയാണെന്ന്. സീകളാണ് സീകള് വേറെ എന്തോ ഒരു മറ്റേ മറയും വടാന്ന് തോന്നുന്നു. ഇത് മറ്റേ ലവേഴ്സ് പേരെഴുതി താഴ്ന്ന പരിപാടി. കുറേ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിഡ്ജുകളിൽ കാണുന്ന സംഗതിയാണ്. ഇഷ്ടം പടിയുണ്ട്. ഞങ്ങളിപ്പോൾ ഇനി ഓൾഡ് മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകണം. ഓക്കെ, രഞ്ജിത്തെ കാണാനില്ല. ആണ് തപ്പട്ടെ കേട്ടാ. ഓക്കെ, ബൈ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ? പിന്നെ ഇവിടെ അങ്ങനെ ഇടിക്കുന്നില്ല, നല്ല ആൾക്കാരല്ലേ.
ഇത് അഗൈൻ വീഡിയോയിൽ നല്ല രീതിയിൽ വരുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ കിടിലുണ്ട്, ഒന്നും പറയില്ല. മാരകം അല്ലേ, മാരകമല്ലേ? ഇത് എന്താണ് ഉണ്ടാക്കി വെച്ചേക്കണത്? ദൈവമേ, ഓ അമേസിങ് ശരിക്കും. ഭീകരം. നമ്മുടെ ഓൾഡ് മാർക്കറ്റ് ഇവിടെ ജസ്റ്റ് കയറിയേ ഉള്ളൂ. ഇപ്പം താങ്കൾ കുറച്ച് സുവനീർ കഴിക്കുന്നോ? സുവനീർ ഉണ്ടോ? അതെന്താ വേണ്ടാത്തേ? അതല്ല എന്താ ക്യാമറ ഒന്നുമല്ല. അക്ഷ്ടം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ. ആൻറ്റീക്ക് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമോ? പിന്നെ വരുമായിരിക്കല്ലേ? തന്നെ മേടിക്കണ്ടല്ലോ. അതിന് വരാൻ പറ്റാണ്ടിരിക്കുമോ? വരും. 10 പറയുന്നില്ലേ, മതിയാവോ? ഇതെന്താ കുപ്പി? കുപ്പിക്കട മേ കുപ്പീസ്. ഇത് ഇങ്ങനാകാം, ചൈനാകാം, അവിടെയാകാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ബേബി അതാ ഒരു ദൂരതയിൽ അല്ല അദൂരതയിൽ ഒരു പ്ലെയിൻ പോകുന്നത്. ഇവിടെ സ്ഥിരം സംഭവം കേട്ടോ. ഓക്കെ, എപ്പോൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലെയിൻ ആകാശത്തോടെ പറക്കുന്നതാണ്. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോഴേക്കും പരങ്ങനെ പോണതാണ്. ബൈ ദ വേ, ഇതാണ് ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റ് എന്ന് തോന്നാം കേട്ടോ. ഞങ്ങൾ മാപ്പിട്ട് വന്നപ്പോഴത്തേക്ക് ഈ സ്ഥലം കാണിച്ചത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ബാറ്, പബ്ബ് മുതലായ സാധനങ്ങൾ, പിന്നെ ഇതൊക്കെ തന്നെ. കുഴപ്പമില്ല, നോട്ട് ബാഡ്. ഇത് എനിക്ക് തോന്നുന്നു മെട്രോ ആണെന്ന് തോന്നുന്നു. ഹോയ് മാർക്കറ്റ്. ഓക്കെ, അവനെ പിന്നെ കാണണ്ട. ഇതാണ് ഇവന് ഇടക്കിടക്ക് കാണണ്ടാവും. കുമ്പിടിയാന്നുള്ളൂ, കുമ്പിടി. ആ കേൾക്കണം, കുമ്പിടിയെ കിട്ടിയേ. കുമ്പിടി ഒരു ഫോട്ടോ എടുക്കട്ടെ. കുമ്പിടി ഈ ഒരു കാര്യം പൊക്കി വെച്ചേണ്ട കാര്യം എന്താ അറിയോ? അതായത് ഇവർ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളാ, അതായത് യുദ്ധം ചെയ്ത് മരിച്ചാണെങ്കിൽ, അത് യുദ്ധഭൂമിയിൽ മരിച്ചാണെങ്കിൽ ഈ കുതിരയുടെ 2 കാലം പൊങ്ങിയിരിക്കും. യുദ്ധം ചെയ്ത് അവിടെ എന്താണ് കാഷ്വാലിറ്റി ആയിട്ട് അവർ തിരിച്ച് വന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം മരിച്ചു കഴിഞ്ഞാൽ 1 കാലം പൊക്കി വെക്കും. അപ്പോൾ ഇയാൾ അങ്ങനെ മരിച്ചത്. പിന്നെ അവർ നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ 4 കാലം കറങ്ങുണ്ടാവും. അത് ഓരോ നമ്മുടെ മൈസൂർ പോയാലും എവിടെ പോയാലും രാജാക്കന്മാർ ഇങ്ങനത്തെ കുതിരപ്പുറത്തിരിക്കുന്ന സാധനം നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം അയാൾ അങ്ങനെ മരിച്ചത്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ഹിസ്റ്ററി ലെസൺ. ചോറും കറിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സരവണ ഭവനുണ്ട് ഗൈസ്, നമ്മുടെ ഈ ഓൾഡ് മാർക്കറ്റിൽ. അതാണ് പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ഇന്നത്തെ പരിപാടി നിർത്തി, നമ്മൾ തിരിച്ചു പോവാം. ചെറുതായിട്ട് തണുപ്പ് നല്ലപോലെ കൂടിയുണ്ട്. വെയിൽ ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ നിന്ന് തന്നെ ഹോയ് മാർക്കറ്റ് സ്റ്റേഷനിൽ തന്നെ വണ്ടി കയറി നേരെ ട്രോയ് സ്റ്റോപ്പ്, പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി പിന്നെ ഓൾറൈറ്റ്, ബൈ ബൈ. ബൈ പറടാ. ബൈ.